ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന നമ്മുടെ പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് നമ്മുടെ വേദയും ദർശനമായിട്ട് സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയായിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടക്കമെന്ന് പറയുന്നത് നമ്മുടെ വിക്രമും സുഹൃത്തുക്കളും വർക്ക്ഷോപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയാക്കിയല്ലോ വിക്രം, ഇനി അടുത്ത ജപ്തിയുടെ കാര്യം എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല രാജേട്ട, എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഊഹവുമില്ല. ഞാൻ രാവും പകലും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പുള്ളിയല്ല വാസവൻ, നമ്മളെ ഒരു പേടിയില്ല വാസവൻ. അപ്പോൾ ഒരു പേടി വാസവൻ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ രാജേട്ടൻ പറയുന്നത്, എന്താണ് വിക്രം പറയുന്നത്? ഇനി അയാളുടെ വീട്ടിൽ കയറി അടിക്കണമെന്നാണോ നീ പറയുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല, അയാൾ സ്ഥലം MLA ആണ്. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് അയാളെ തട്ടിക്കൊണ്ട് പോയാലോ, അല്ലെങ്കിൽ സമരം നടത്തിയാലോ? അപ്പോൾ അതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്നും നമ്മളൊക്കെ ആ മാനേജർ ഒന്ന് സ്വാധീനിച്ചുകൂടെയെന്ന് സുഹൃത്തുക്കൾ ഒരാൾ ചോദിക്കുന്നുണ്ട്. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇപ്പോൾ ഭരണസമിതി എല്ലാ ബാങ്കിൽ വാസവനും കൂട്ടരുമാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് വിക്രം പറയുകയാണ്. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒമിനി വാൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് വർക്ക്ഷോപ്പിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് 2 പേർ ഇറങ്ങുകയാണ്, 2 ഗുണ്ടകൾ. അപ്പോൾ അവരെ കണ്ടത് വിക്രം ടൂൾസ് എടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ജോസഫും മറ്റേയാളും ടൂൾസ് എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരികയാണ്. അപ്പോൾ വന്നവർ പറയുകയാണ്, ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വന്നതല്ല, വാസവൻ സാർ ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല, സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ജോസഫ് മറ്റേ സുഹൃത്തുക്കളും ചേർന്ന് പരിശോധിച്ച് നോക്കി ടൂൾസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുകയാണ്. അപ്പോൾ വാസവൻ സാറിനെ വിക്രമിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് കാണാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ ജോസഫ് പറയുകയാണ്, വാസവനെ കാണണമെങ്കിൽ ഇവിടെ വരട്ടെ, പക്ഷേ വിക്രം ഇവിടെ തന്നെ കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ വന്ന ഗുണ്ടകൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, എന്താ വിക്രം, നിനക്ക് വാസവനെ മീറ്റ് ചെയ്യാൻ പേടിയാണോ? അപ്പോൾ വിക്രം പറയും, എനിക്ക് പേടിയോ? എനിക്കൊരു പേടിയില്ല, എപ്പോഴാണ് സമയമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സമയം ഞങ്ങൾ വിളിച്ച് പറയാമെന്നും നീ ഒറ്റയ്ക്ക് മാത്രമേ വരാവൂ എന്നും പറഞ്ഞിട്ട് ഗുണ്ടകൾ പോവുകയാണ്. അപ്പോൾ ശരിയെന്ന് വിക്രം സമ്മതിക്കുന്നു. അപ്പോൾ അവർ പോയ ശേഷം സുഹൃത്തുക്കൾ പറയുകയാണ്, നീ എന്തിനാണ് ഒറ്റയ്ക്ക് വരാമെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ അടുത്ത് കാണിക്കുന്ന രംഗം നമ്മുടെ ദർശൻ ശങ്കരനാരായണൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വീട്ടിലോട്ട് വരുമ്പോൾ ശങ്കരനാരായണൻ കുറച്ച് ഫയൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദർശനെ കാണുമ്പോൾ ആ ദർശൻ വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ്. ചായ എടുക്കാൻ ടൈം ചോദിക്കും. വേണ്ട അങ്കിളെ, ഇനി ഞാൻ ചായയൊക്കെ കുടിച്ചാണെന്ന് ദർശൻ പറയുന്നു. അപ്പോൾ ഞാൻ വന്നത് വേദയുടെ ഒരു കാര്യം പറയാനാണെന്ന് ദർശൻ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് പറയൂ, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ടെന്ന് ശങ്കരനാരായണൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ വീട് ജപ്തിയുടെ ഭീഷണിയിലൊക്കെ ആണല്ലോ, അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ദർശൻ അങ്കിളിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിലിനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ടില്ലെന്ന് ശങ്കരനാരായണൻ പറയുകയാണ്. അപ്പോൾ മാത്രവുമല്ല ദർശൻ പറയുകയാണ്, അത് കൃഷിഭൂമിയായിട്ടാണ് അവർ അവിടെ ഇതിൻ്റെ പ്രമാണം എല്ലാം വെച്ചിരിക്കുന്നത്. മാത്രമല്ല ആ സർവേ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഭൂമി കൃഷിഭൂമി ആയതുകൊണ്ട് ഇതും കൃഷിഭൂമിയിലോട്ട് ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവർ മാറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് കൃഷിഭൂമി ആയതുകൊണ്ട് വീടിരിക്കുന്ന സ്ഥലം ഇടിച്ച് കളയണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇനി സ്ഥലവും വീടും എല്ലാം ജപ്തിയായ ശേഷം അത് ലേലത്തിന് വെക്കുമല്ലോ, അപ്പോൾ ആ സമയം നമുക്ക് പണമടച്ച് തിരിച്ച് പിടിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, വിക്രമിൻ്റെ അച്ഛൻ സുധാകരൻ മാഷ് എന്നോട് വന്ന് ആവശ്യപ്പെടണം, എങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും കേട്ടിട്ട് ശരി അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ദർശൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് കാറിലിരുന്ന് വേദയെ വിളിക്കുകയാണ്. വേദ, ഇങ്ങനെയാണ് അങ്കിൾ സംസാരിക്കുന്നത്, അപ്പോൾ ഇനി ജപ്തി ആയി പോയ ശേഷം നമുക്ക് ലേലത്തിൽ പിടിക്കാനേ പറ്റത്തുള്ളൂ, അപ്പോൾ ആ സമയം വേണമെങ്കിൽ അങ്കിൾ പൈസ മുടക്കാമെന്നും, പക്ഷേ സുധാകരൻ മാഷ് എന്നെ അങ്കിളിനോട് നേരിട്ട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വേദ കേട്ട പാടെ തന്നെ പറയുകയാണ്, അതൊരിക്കലും നടക്കില്ല ദർശൻ, അച്ഛൻ്റെ അഭിമാനം പണയപ്പെടുത്തി ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വേദ ഫോൺ കട്ട് ചെയ്യുകയാണ്.
അപ്പോൾ അടുത്ത രംഗം എന്ന് പറയുന്നത് മാഷ് പുറത്ത് പോയിട്ട് വളരെ വിഷമത്തോടു കൂടി അകത്ത് കയറി വരികയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് വെള്ളമെല്ലാം എടുത്ത് കുടിച്ചിട്ട് കസേരയിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേദയും ശ്രീജയും ഉണ്ടായിരുന്നു. അപ്പോൾ കമല അകത്തുനിന്ന് കയറി വരികയാണ്. ആ മാഷ് വന്നു, ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ മാഷ് വന്നില്ലല്ലോ എന്ന്. പോയ കാര്യം എന്തായി, വീടിൻ്റെ കാര്യമെല്ലാം ശരിയായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, വീടിൻ്റെ കാര്യമൊന്നും ശരിയായില്ല, വീട് എനിക്ക് കാണാനും പറ്റിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛാ, അവർ ചെല്ലാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, പക്ഷേ അവർ വീട് വാടക കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. വീട് വാടക കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വാസവൻ പറഞ്ഞു എന്ന് പറയുകയാണ്. നമ്മളെ തെരുവിലിറക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടൊന്നും ആരും കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2-3 ബ്രോക്കർമാരെ കണ്ടിരുന്നു. അപ്പോൾ അവരോടൊക്കെ വാസവൻ പറഞ്ഞു ഒന്ന് വീട് ആരും എടുത്ത് കൊടുക്കരുതെന്ന്, ഈ ജില്ലയിലെ അവർക്ക് വീട് കിട്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മാഷ വളരെയധികം സങ്കടത്തോടെയാണ് പറയുന്നത്. കമല, നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് തുണികളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോളൂ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സമയത്ത് നമുക്ക് ഒരു യാത്ര പോകാമെന്ന് പറയുകയാണ് സുധാകരൻ മാഷ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, അച്ഛാ എങ്ങോട്ടാണ്? അത് അറിയില്ല എന്ന് പറയുന്നുണ്ട്. പണ്ടുള്ളവരൊക്കെ 60-65 വയസ്സൊക്കെ ആകുമ്പോൾ കാശി രാമേശ്വരത്തൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ മോക്ഷം കിട്ടാനാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അവരവിടെ എത്തിയോന്നോ വഴിയിൽ വീണ് മരിച്ചോന്നോ ഒന്നും വീട്ടുകാർ വിളിച്ച് ചോദിക്കുന്നില്ല. കാരണം വഴിയിൽ വെച്ച് മരിച്ചാലും അവിടെ എത്തിയിട്ട് മരിച്ചാലും മോക്ഷം കിട്ടുകയാണല്ലോ പ്രധാനം എന്നൊക്കെ മാഷ് പറയുകയാണ്. എന്നിട്ട് മാഷ് പറയുകയാണ്, കമലേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ വിക്രമിൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ജോഷിയെ? അവൻ പഠിക്കാനൊന്നും അത്ര മിടുക്കനായിരുന്നില്ല, പക്ഷേ അവൻ ഇന്ന് UK ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. അവൻ ഇവിടെ ഒരു വീട് വെച്ചിട്ടിരിക്കുകയാണ്, മെയിനായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ ഈ വാസവൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ അവൻ ഇന്ന് എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ കടം കയറി കുത്തുവാളെടുത്ത ഒരു മാഷാണോ മാതൃകാ അധ്യാപനം? ഇത് കേട്ടപ്പോൾ എനിക്ക് ചങ്ക് പിടഞ്ഞു പോയെന്ന് വളരെ വിഷമത്തോടു കൂടി സുധാകരൻ മാഷ് പറയുകയാണ്. എന്നിട്ട് മാഷ് ഉറക്കെ കരഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് കമലയെ നോക്കിക്കൊണ്ട് അകത്തോട്ട് പോവുകയാണ്. കമലയെ നോക്കി കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത രംഗം എന്ന് പറയുന്നത് രാധയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ രാധയുടെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രാധ ഫോണിൽ ആരോ വിളിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ദർശൻ വക്കീലിനെയാണ്. അപ്പോൾ വക്കീലിനോട് രാധ പറയുകയാണ്, വക്കീലെ, മാഷ് 2-3 വീടൊക്കെ കാണാൻ പോയി, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല, ബ്രോക്കർമാരെ കണ്ടു, അതൊന്നും നടക്കുന്നില്ല, എല്ലാം വാസവൻ എൻ്റെ കളിയാണെന്നൊക്കെ രാധ വക്കീലിനോട് പറയുകയാണ്. അപ്പോൾ വക്കീലിന് എന്തെങ്കിലും ഈ ജപ്തിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് രാധ ചോദിക്കുകയാണ്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ റവന്യൂ വകുപ്പിലോ സഹകരണ സംഘത്തിലോ അല്ല വർക്ക് ചെയ്യുന്നത്, ഞാൻ ഒരു വക്കീലാണ്, അത് ആദ്യം രാധ മനസ്സിലാക്കുമെന്ന് ദർശൻ ദേഷ്യത്തിൽ പറയുകയാണ്. ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സുധാകരൻ മാഷ് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ, ആ കാര്യങ്ങളൊക്കെ ഞാൻ വേദയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ രാധയുടെ അമ്മ ഒന്ന് ചോദിക്കാൻ, നീ എന്തിനുള്ള പുറപ്പാടാണ്? അവർക്ക് വീട് വേണമെങ്കിൽ അവരെടുത്തോളൂ, ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കൊക്കെ വീടെടുത്ത് കൊടുക്കുകയാണോ നിൻ്റെ ജോലി? അമ്മ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്, ഞാൻ പഠിക്കുന്ന സമയത്ത് യൂണിഫോമായിട്ട് ഓണക്കോടിയായിട്ട് ഭക്ഷണത്തിനെല്ലാം ഇനി പൈസ ഒന്ന് സഹായിച്ചവരല്ലേ കമലമ്മയും മാഷ്, അതൊക്കെ നമുക്ക് മറക്കാമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, എന്നെ അവിടെ പട്ടിയെ പോലെയല്ലേ ആട്ടി ഇറക്കിയതെന്ന് രാധ പറയുന്നുണ്ട്. അത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആട്ടി ഇറക്കിയത് അവരെന്നെ, അല്ലാതെ എനിക്ക് അതിലൊന്നും ഒരു പരിഭവമില്ല, മാഷിനും കമലമ്മയ്ക്കും എന്നോട് ഇപ്പോഴും സ്നേഹം തന്നെയാണെന്നൊക്കെ രാധ പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് രാധ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ രാധയെന്ന് വിളിച്ച് അമ്മ ദേഷ്യപ്പെടുകയാണ്, നീ എന്തിനുള്ള പുറപ്പാടാണ്? അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ? അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളുടെ അച്ഛൻ്റെ വായിലിരിക്കാൻ വികട സരസ്വതി മാഷ് കേൾക്കണമല്ലോ, അത് ഞാൻ എന്തായാലും ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ വേറെ വഴി നോക്കട്ടെ എന്ന് രാധ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ രാധയുടെ അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനെന്ന് പറയുന്നത് വിക്രമിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രം ഫുഡ് കഴിക്കാനായിട്ട് രാത്രി വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീജയും വേദയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മ എല്ലാം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ചോറാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, അമ്മ ഇന്ന് ചോറാണോ ഇപ്പോൾ എല്ലാ ദിവസവും ഉള്ളത്, വേറെ ഒന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് മാവ് തീർന്നു പോയി, ഇന്ന് ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കമൽ വിഷമത്തോടുകൂടി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് സുധാകര മാഷ് പറയുകയാണ്, അയ്യോ നീ അവനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊന്നും പറയരുത് കേട്ടോ, അതൊക്കെ എനിക്ക് നിനക്കൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള പണികളാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് വിക്രം ഒന്ന് കുനിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് സുധാകര മാഷ വിക്രമിൻ്റെ അടുത്തോട്ട് വന്ന് പറയുകയാണ്, നീ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. സമയാസമയം ആഹാരം കഴിക്കാനല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഇവനെ കൊണ്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മാഷ് വളരെയധികം ദേഷ്യപ്പെടുകയാണ്.
ഒരു ആൺഹുങ്ക് കാണിച്ച ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി ആ കുട്ടിയുടെ ജീവിതം ഇവൻ നശിപ്പിച്ചില്ല, എന്തൊക്കെയാണ് ഇവ ഇവിടെ ചെയ്ത് കൂട്ടുന്നതെന്ന് അവന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാഷ് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ കമല ഒന്ന് പറയുകയാണ്, ഒന്ന് ആഹാരം കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ മാഷെ, ആഹാരത്തിന് മുമ്പ് വെച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുകയാണ്. വന്നിരിക്കുന്ന ഒരാൾക്ക് ആഹാരം കഴിക്കെങ്കിൽ കഴിച്ചോട്ടെ എന്നൊക്കെ കമല പറയുകയാണ്. സഹകരണ ബാങ്കിലെ കടം തീർക്കാൻ വേണ്ടി വിനായകൻ ഒരു പങ്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവ അന്ന് പറഞ്ഞതാണ്, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ അത് വീട്ടിക്കൊള്ളാമെന്ന്. ഇപ്പം എന്തായി, ഇവനെ കൊണ്ട് ഇനി വല്ലതും നേടാനായിട്ട് പറ്റുമോ എന്നൊക്കെ മാഷ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടൽ ആണല്ലോ ഇത്, വരുന്ന സമയത്ത് വന്ന് ഇഷ്ടം പോലെ ആഹാരം കഴിക്കാം, തിരിച്ചു പോകാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അങ്ങനെയാണല്ലോ, നീ എന്തെന്ന് വെച്ചാൽ വെച്ച് വിളമ്പി കൊടുക്കുക. ഇപ്പോൾ മനുഷ്യൻ ഇവിടെ ഉരുകിയിരിക്കുകയാണ്, ഈ ഒരു അവസ്ഥയിൽ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നല്ലോ എന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, മാഷ് അവനെ തന്നെ ഇങ്ങനെ കുറ്റം പറയരുത്, ഇപ്പോൾ KSEBിയിലെ കറണ്ടെല്ലാം അവൻ തന്നെയല്ലേ ശരിയാക്കിയെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഇനി നാളെ പോലീസ് വരുമെന്ന് ദൈവത്തിനറിയാം, ഭീഷണിപ്പെടുത്തിയും കത്തി കാട്ടിയൊക്കെ അല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വേദ അതിൻ്റെ ഇടയ്ക്ക് കടന്നു വരികയാണ്. വേദ പറയുകയാണ്, അച്ഛാ ഇപ്പോൾ ഒന്ന് നിർത്തൂ, വിക്രം ഒന്ന് ആഹാരം കഴിച്ചോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, ആരും എരികേറ്റി കൊടുക്കണ്ട, എൻ്റെ മകനൊന്ന് സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അവനെ ആരും എരികേറ്റി കൊടുക്കുന്നില്ല, നീയാണിപ്പോൾ എരികേറ്റി കൊടുക്കുന്നത്, നീയാണ് അവനെ ഇങ്ങനെ വഷളാക്കിയെന്നൊക്കെ പറഞ്ഞ് കമലയെ ഒരുപാട് മാഷ് വഴക്ക് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് വിക്രം ഇരുന്നിടത്ത് നിന്ന് ചാടി എണീക്കുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ നേർക്ക് വന്ന് പറയുകയാണ്, അപ്പോൾ ഇതെല്ലാം ഞാൻ വരുത്തി വെച്ച പ്രോബ്ലം ആണല്ലോ, അപ്പോൾ ഞാൻ തന്നെ പരിഹരിക്കാമെന്നും വിക്രം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് മാഷ് പറയുകയാണ്, നീ എങ്ങനെ പരിഹരിക്കും എന്നാണ് പറയുന്നത്, കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പരിഹരിക്കാൻ പറ്റിയൊരു കാര്യമല്ല ഇതെന്ന് മാഷ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കേട്ട് വളരെ വിഷമത്തിൽ വിക്രം നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് വേദയും ദുഃഖത്തോടു കൂടി നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ, താങ്ക് യു.